ഹലോ ഫ്രണ്ട്സ്, പൊന്നുക്കുട്ടൻ്റെ സ്കൂളിൽ പ്രവേശനോത്സവത്തിന് പോയപ്പോൾ അവിടെ ഒരു പ്രസംഗത്തിൽ ഒരു ടീച്ചർ പ്രധാനമായിട്ടും പറഞ്ഞു വന്ന 2-3 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിർബന്ധമായി നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി ഈ ഒരു 2-3 കാര്യങ്ങൾ മനസ്സിലാക്കി വളർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത. വൃദ്ധസദനങ്ങൾ കൂടി വരുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പ്രധാനമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വസ്തു, ഒരു സംഭവം വാങ്ങാൻ, ഒരു ബാഗാണെങ്കിലും കുടയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അത് വാങ്ങാൻ കുട്ടി ആവശ്യപ്പെടുന്നു, നമ്മളത് വാങ്ങിക്കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ കൂടി നമ്മളത് എവിടെന്നെങ്കിലും കടമായിട്ട് വാങ്ങിയിട്ടാണെങ്കിലോ എങ്ങനെയാണെങ്കിലും വാങ്ങിക്കൊടുക്കുന്നു. പക്ഷേ ആ കുട്ടിയുടെ ആഗ്രഹം നമ്മളത് നടത്തി കൊടുക്കുന്നു. പക്ഷെ നമ്മൾ നോ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് പണമില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കുട്ടി ഇങ്ങോട്ടും ചോദിക്കുന്നില്ല, കുട്ടീനെ അത് നമ്മൾ അറിയിക്കുന്നില്ല. പക്ഷെ അത് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ പണം കുറവാണെങ്കിൽ അത് കുട്ടി അറിയണം. ഇനിയിപ്പോൾ പണം നിറയെ ഉള്ളവരാണെങ്കിൽ കൂടിയും അതിനൊരു വലിയ കാര്യമൊന്നുമില്ല. കുട്ടി ഇതിൻ്റെ പണത്തിൻ്റെ മൂല്യം അറിഞ്ഞ് തന്നെ വളരണം. ആ പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലും കൂടി എങ്ങനെയാണ് ആ പണം നമ്മുടെ കയ്യിൽ വരുന്നത്, അതിൻ്റെ ആവശ്യങ്ങൾ നാളേക്ക് വേണ്ടി അത് കരുതി വെക്കേണ്ടതുണ്ട്. ഇന്നത്തെ ആർഭാടം മാത്രമല്ല ജീവിതം എന്ന് ആ കുട്ടിയെ മനസ്സിലാക്കി വളർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ആവശ്യകത. ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ച് ഈ ഒരു മൂല്യം നമ്മൾ ആ കുട്ടിയിൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ മൂല്യവും വർദ്ധിക്കും. ആ ഒരു നമ്മുടെ എൻ്റെ അച്ഛൻ അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തുന്നത് എന്നുള്ളൊരു മനോഭാവം അത് കുഞ്ഞിലെ മുതലേ ആ കുഞ്ഞിലുണ്ടായാൽ മാത്രമേ, അല്ലാതെ അനുസരണയില്ലാതെ ഞാൻ എങ്ങനെ കാണിച്ചാലും അവരെന്നെ വളർത്തും, എല്ലാം വാങ്ങിത്തരും, സപ്പോർട്ട് ചെയ്യും, എന്ത് കാണിച്ചാലും ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു ചിന്താഗതിയിൽ വളരുമ്പോൾ കുടുംബത്തിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാതെ ആ കുട്ടി ഇങ്ങനെ വളരുമ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും. പിന്നെ ഒരു കുടുംബത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനാണ്. പരസ്പരം കുട്ടികളും പാരൻസും എല്ലാവരും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ വീട്ടിൽ മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവരുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും. അപ്പോൾ അതും അവർക്കൊരു സന്തോഷമാണ്, നമ്മുടെ മക്കൾക്കും ഒരു സന്തോഷമാണ്. ചിലർ അവരുടെ ആ ഒരു പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് ഗ്രാൻഡ് പാരൻസിൽ നിന്നും അവർ സംസാരിക്കുന്നത് കേൾക്കാനോ അവരോട് കൂടെ ഇരിക്കാനോ ഒന്നും സമ്മതിക്കാതെ അവരുടേതായ ചില കാര്യങ്ങൾ വെച്ചിട്ട് അവരെ അകറ്റി നിർത്താറുണ്ട്. ചിലർ പറയും അത് എന്തെങ്കിലുമൊക്കെ പോഴത്തര അവർ പറഞ്ഞു കൊച്ചുങ്ങളെ പഠിപ്പിക്കും എന്നുള്ള രീതിയിൽ വരെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, മനസ്സിലായോ? പക്ഷെ അത് വളരെ തെറ്റായിട്ടുള്ള രീതിയാണ്. പ്രത്യേകിച്ച് അവർ ജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി കൊടുക്കാൻ ഗ്രാൻഡ് പാരൻസിനെക്കാളും നല്ല വേറെ ആരുമില്ല. അവരാണ് ഏറ്റവും വലിയൊരു ഗുരു എന്ന് ഞാൻ പറയും. നമ്മളെക്കാളും നമ്മുടെ അമ്മയ്ക്കാണ് അതിന് ഏറ്റവും നന്നായിട്ട് കഴിയുന്നത്. എൻ്റെ അച്ഛമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാം സംസാരിക്കുമായിരുന്നു കേട്ടോ. സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നോൺ സ്റ്റോപ്പാണ് ആൾ. നമ്മളെ വേണം, നമ്മൾ ഇരിക്കണം, നമ്മൾ കൊച്ചുമക്കൾ ഇരിക്കണം, അച്ഛമ്മയുടെ അടുത്ത് അങ്ങനെ ഇരിക്കണം. അത് അങ്ങനെ പറഞ്ഞ കാര്യം തന്നെയാണെങ്കിലും വീണ്ടും ആയിട്ട് പറഞ്ഞ് അത് കേൾക്കാൻ തന്നെ ഒരു നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് അവരുടെ കൂടെ ഒരു അരമണിക്കൂറാണെങ്കിലും ഇരിക്കുമ്പോൾ അവർക്കും മൈൻഡ് ഓക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾക്കും ഓരോരോ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും കഴിയും. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ അവർ മാനസികമായിട്ട് സ്ട്രെസ് ഉണ്ടാവില്ല അവർക്കും. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ആരും തന്നെയൊക്കെ ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും ഒക്കെ ചിലപ്പോൾ ജോലിക്ക് പോകും, വീട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല. അവരൊക്കെ തന്നെ അങ്ങനെയൊക്കെ തനിച്ചിരിക്കുമ്പോൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി കണ്ടെത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതിൽ അനാവശ്യമായിട്ടുള്ള ചിന്താഗതികളും ആരോപണങ്ങളും വേണ്ടാത്ത ചിന്തകളും ഒക്കെ ഉണ്ടാക്കുന്നത് മുതിർന്ന ആ ഒരു വ്യക്തിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളൂ. അവരുടെ ജീവിതത്തെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. മാതാപിതാക്കളുടെ മൂല്യം അറിയാത്തത് കൊണ്ട് തന്നെയാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരുമായിട്ട് വഴക്കിട്ട് നടക്കുന്നത്, മനസ്സിലായോ? അവരെ അകറ്റി നിർത്തുക. നമ്മൾ സ്വന്തമായിട്ട് പ്രാപ്തിയാകുമ്പോഴത്തേക്കും മാതാപിതാക്കളെ എന്തുകൊണ്ട് ഉപേക്ഷിക്കുന്നു? അവർക്കും അവരുടെ മൂല്യം എന്താണെന്ന് മക്കൾക്ക് അറിയില്ല. കാരണം അവരെ സ്നേഹം കൊണ്ട് മൂടി അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചു നല്ലൊരു ജോലി കിട്ടുന്നവരെ പ്രാപ്തരാക്കി വളർത്തും. പക്ഷേ അതെങ്ങനെ ഞങ്ങളത് ചെയ്യുന്നു എന്നുള്ളത് മാതാപിതാക്കൾ അവരെ അറിയിക്കുന്നില്ല എന്നുള്ള ഒരു തെറ്റ് ഇനി ചെയ്യാൻ പാടില്ല. എല്ലാം അറിഞ്ഞു തന്നെ വളർന്നാൽ മതി കുട്ടികൾ. അല്ലാതെ എന്ത് പറഞ്ഞാലും ഓക്കെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വൃദ്ധസദനം എന്നൊരു സംഭവമുണ്ട്, അവിടെ ചെല്ലേണ്ടി വരും. അപ്പോൾ വൃദ്ധസദനത്തിൽ ഒരു ദിവസം പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവവും കൂടി ആ ടീച്ചർ നമ്മളോട് ഷെയർ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അവരങ്ങനെ സംസാരിച്ച് അവിടെ എല്ലാവരും കണ്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോയിൽ ഒരു അമ്മയും അവരുടെ മകനും മരുമകളും കൂടി വന്നിറങ്ങുവാണ്. ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ പിടിച്ചൊക്കെ തന്നെയാണ് കൊണ്ടുവരുന്നത്. അമ്മയെ പിടിച്ചൊക്കെ നടക്കണം. അപ്പോൾ പിടിച്ച് കൊണ്ടുവരുവാണ്. പുതിയതായിട്ട് ഈ അമ്മയെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുവന്നതാണെന്നാണ് ആൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. അവിടുത്തെ ജീവനക്കാരോട് തിരക്കിയപ്പോൾ അമ്മയ്ക്ക് പിടിച്ചൊക്കെ തന്നെ നടക്കണം. അപ്പോൾ
അമ്മയ്ക്ക് പെൻഷൻ വരുമ്പോൾ തമ്പെടുക്കാനായിട്ടാണ് ഇവർ വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ മകനും മരുമകൾക്കും ജോലിയുണ്ട്. അപ്പോൾ ഈ അമ്മയെ നോക്കാനായിട്ട് ചെറുമക്കളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ അമ്മയെ നോക്കാനായിട്ട് അവിടെ ആളില്ല, സമയമില്ല. അതുകൊണ്ട് വൃദ്ധസദനത്തിലാക്കി. ഓക്കെ, അപ്പോൾ ഈ അമ്മയ്ക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ ആ ലൈഫ്. കാരണം ആരും സുഖമായിട്ട് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാതെ അല്ല. ഈ ഒരു അമ്മയോ അച്ഛനോ ആണെങ്കിലും നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്, ഇപ്പം ആ കൊണ്ടുവന്ന ആ മകനെ ആണെങ്കിലും വളർത്തിക്കൊണ്ട് വന്നത് അവരുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും മാറ്റി വെച്ചിട്ടും പല വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടും തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു വിട്ടുവീഴ്ച വയസ്സാവുമ്പോൾ അവരോട് ചെയ്യാൻ എന്തുകൊണ്ട്? അവർ ഒരാളെ വെച്ചിട്ട് നല്ല ഉദ്യോഗസ്ഥരാണ്. ഒരു ആളെ വെച്ച് അവർ താമസിച്ച ആ വീട്ടിൽ തന്നെ അവരെ നിർത്താൻ എന്തുകൊണ്ട് പറ്റുന്നില്ല മക്കൾക്ക്? കാരണം പണ്ടത്തെ വീടല്ല ഇപ്പോഴത്തെ വീട്. നമ്മുടെ ഭംഗിക്കും നമ്മുടെ വീടിൻ്റെ ഭംഗിക്കും നമ്മുടേതായ ചിട്ടവട്ടങ്ങൾക്കും ഈ വയസ്സായവർ ഇണങ്ങുന്നില്ല. അതാകുമ്പോൾ വൃദ്ധസദനം ആകുമ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങിടാം. അവന് പൈസ കൊടുത്താൽ മതിയല്ലോ. പൈസ വന്ന് നോട്ട് ഇങ്ങോട്ട് പോകുന്നില്ല. എന്നാലും നമ്മൾ അവരെ അവരെ കണ്ടുകൊണ്ട് ചുമക്കുകയൊന്നും വേണ്ടല്ലോ. അവരിപ്പോൾ മക്കളെ കണ്ടില്ല എന്ന് വെച്ചാലും അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. ബന്ധുജനങ്ങൾ പോലെ തന്നെ അവിടെ ഇഷ്ടംപോലെ ഇതുപോലെ തന്നെയുള്ള ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ അവർ കൂട്ടുപിടിച്ച് അവിടെ ഇരുന്നോളൂ, ഒരു ബോർഡിങ്ങിൽ കൊണ്ടുപോയി ആക്കുന്ന പോലെ. ഇങ്ങനെ ഒരു ചിന്താഗതി മനസ്സിൽ വെച്ചിരിക്കുന്നവരും ഇനി കൊണ്ടാക്കാനായിട്ട് പ്ലാൻ ഉള്ളവരും ഒക്കെ ഒരു കാര്യം ചിന്തിക്കണം. നിന്നെ ആ അമ്മ വളർത്തുന്ന സമയത്തും വേണമെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാമായിരുന്നു. കുഞ്ഞുങ്ങൾ തന്നെ കൊണ്ടുപോയി എവിടെയെങ്കിലും ആശാങ്കളിലോ എവിടെയെങ്കിലും കൊണ്ട് ഇടായിരുന്നു. പക്ഷെ നീ കരയുമായിരുന്നു. കാരണം നിൻ്റെ അമ്മയുടെ പ്രസൻസ് നിനക്ക് ആവശ്യമുള്ളതുകൊണ്ട് നീ കരയും. അതുകൊണ്ട് ആ അമ്മ കറക്റ്റ് ആ പ്രായമൊക്കെ ആകുമ്പോൾ മാത്രമേ നിന്നെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും എവിടെയും കൊണ്ടുപോയി ആക്കിയിട്ടുള്ളൂ. ഒരു ബന്ധുവീട്ടിൽ പോലും നിന്നെ കൊണ്ടുപോയി ആക്കിയിട്ടില്ല അമ്മ. മനസ്സിലായോ? കാരണം നിനക്ക് അമ്മ വേണമായിരുന്നു. എന്തിനും ഏതിനും നിനക്ക് അമ്മ വേണമായിരുന്നു. പിന്നെ നീ പതിയെ വളർന്ന് സ്വയം പ്രാപ്തിയായപ്പോൾ അമ്മയുടെ ചേഷ്ടകളും അമ്മയുടെ രീതികളും നിനക്കൊരു ഭാരമായി മാറിയെങ്കിൽ നീ ഒരു മൂല്യമില്ലാത്ത മകനാണ്, അല്ലെങ്കിൽ മൂല്യമില്ലാത്ത മകളാണ്. മാതാപിതാക്കൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അവരെ ഇതാക്കി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവരോട് സ്നേഹം ഇതാക്കിയിട്ടോ അവർക്ക് വേണ്ട ഒരുപാട് ആർഭാടമായിട്ടെല്ലാം ചെയ്തു കൊടുത്തിട്ടോ വസ്ത്രങ്ങൾക്ക് വസ്ത്രം, ഭക്ഷണത്തിന് ഭക്ഷണം, ഇതെല്ലാം കൊടുത്തുകൊണ്ടല്ല. ആ ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു താങ്ങ്, അവർക്ക് നടക്കാനായിട്ട് വയ്യാത്തൊരു സമയത്ത് അവർക്ക് ഈ വേണ്ട ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ അവരെ എത്രയും സേഫ് ആക്കാൻ നമുക്ക് പറ്റുമോ അത് നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ്. പറ്റുന്ന പോലെ ഇപ്പോൾ തന്നെ പണ്ടുള്ള കാലത്ത് നമ്മൾ പിച്ച വയ്ക്കുമ്പോൾ കുഞ്ഞിലെ നമ്മൾ നടക്കാൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ മറിഞ്ഞ് വീണ് തന്നെ നമ്മൾ എഴുന്നേറ്റ് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ വാക്കറുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്താണെങ്കിൽ ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കവളം മെഡൽ ഇങ്ങനെ ചുറ്റിനും ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിയിട്ട് അതിൻ്റെ അകത്ത് നിർത്തി നമ്മളെ നടക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് നമ്മൾ മിക്ക വീടുകളുടെയും മുറ്റത്ത് കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. അതിൽ പിടിച്ച് ഇങ്ങനെ റൗണ്ടായിട്ട് നടക്കാൻ പറ്റും, വീടില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവർ എന്തിനാണ് അതങ്ങനെ ചെയ്യുന്നത്? കാരണം എങ്ങനെയാണ് വീഴാതെ നടക്കേണ്ടത് എന്ന് വീഴാതെ ശ്രദ്ധിച്ച് നടക്കാനുള്ള ചിന്തയോ ആ കുഞ്ഞിനായിട്ടില്ല. അതുപോലെ തന്നെ അവൻ്റെ കുഞ്ഞു കാലുകൾ അതിനുള്ള പ്രാപ്തിയോ ആയിട്ടില്ല എന്ന് ആ മാതാപിതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വീണെണീറ്റ് എവിടെയെങ്കിലും പൊട്ടിയിട്ടാണെങ്കിലും നടന്ന് വേണമെങ്കിൽ എങ്ങനെയും പഠിച്ചോളുമല്ലോ, അവർക്ക് അങ്ങനെയും ചിന്തിക്കാം. പക്ഷേ ആ ഒരു സാമാന്യബോധം ഈ പ്രായമാകുമ്പോൾ, ഈ അതേ പാരൻസ് പ്രായമാകുമ്പോൾ മക്കൾക്കില്ല. മക്കൾക്ക് അവരത് ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. ഒരു പൊടിക്കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലത്തെ സിറ്റുവേഷനിൽ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഒരു പ്രായമായ ഒരാളെ നമ്മൾ നോക്കേണ്ടി വരുന്നത്. അങ്ങനെ പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാത്ത മക്കൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി കുറിച്ച് വെച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ പ്രായമാകുമ്പോൾ ഇത് കണ്ടു വളരുന്ന നിങ്ങളുടെ മക്കളും ഇതേ രീതി തന്നെയായിരിക്കും. കാരണം പണ്ട് കൂട്ടുകുടുംബമാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരാൾ കാണിക്കുന്നത് കണ്ട് തന്നെയാണ് വളരുന്നത്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഓരോ ഓട്ടത്തിരക്കുകളും കാര്യങ്ങളാണെങ്കിലും അവർ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലത്താണ് നിങ്ങളെ നിർത്തും. അത് വേറെ, അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു വളരുന്നതാണെങ്കിൽ ചുറ്റുപാട് നിറയെ ആളുകളുണ്ടാവും. ഒരു കൂട്ടുകുടുംബമാണ്, ഒന്നിനൊന്നല്ലെങ്കിൽ ധാരാളം ആളുകൾ കാണുന്നത് കണ്ടു തന്നെ വളരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നിങ്ങൾ കാണിക്കുന്നത് തന്നെ നിങ്ങളുടെ മക്കൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. ഇതിൻ്റെ ഒരു പടി പോലും നിങ്ങൾ പ്രതീക്ഷിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ ബുക്ക് ചെയ്യുക, നിങ്ങൾ സേഫായിട്ട് മാറുക. കാരണം നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ആ വീട്ടിൽ നിങ്ങൾക്ക്
ഭാവിയിൽ നിൽക്കാൻ കഴിയില്ല. ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ, അവർക്ക് വേണ്ടി യാതൊരു വിട്ടുവീഴ്ചയും, നിങ്ങളുടെ ചിട്ടകളിൽ നിന്ന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത് കണ്ട് തന്നെയാണ് നിങ്ങളുടെ മക്കളും വളരുന്നത്. ഭാവിയിൽ അത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ചിട്ടവട്ടങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും താഴേക്ക് പോവില്ല. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന അത്രയും കഠിനമായ ആ ചിട്ടവട്ടങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളും പ്രായമാകുമ്പോൾ നമുക്ക് കഴിയാതെ വരും, ഉറപ്പാണത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് പറ്റും? നമ്മുടെ മക്കളും നമുക്ക് വേണ്ടി യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ചെയ്തില്ലെങ്കിലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അതൊന്ന് ആലോചിച്ചാൽ മാത്രം മതി, വേറെ ഒരു പ്രശ്നമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.